വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഏജ് റെസ്ട്രിക്ഷൻ കിട്ടുന്നതുകൊണ്ട് ഞാനത് എംപ്രസ് കാർഡിൻ്റെ താഴെയായിട്ട് വെച്ചിട്ടുണ്ട്. റീഡിങ് എന്താ നോക്കാം. ഇവിടെ പലരുടെയും കർമ്മ ക്ലിയറൻസ് നടക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് ക്യാരി ചെയ്ത് കൊണ്ടുവന്നതും പിന്നെ ഈ ഒരു ലൈഫിൽ നിങ്ങൾ പാസ്റ്റിൽ ഡൈജസ്റ്റ് ആവാതെ നിന്ന കർമ്മകളും എല്ലാം ഒരു ബാലൻസിലോട്ടേക്ക് എത്തുന്നത് പോലുള്ള ഒരു ഇതാണ് കാണാൻ പറ്റുന്നത്. അതായത് ഇത് കാണുന്ന പകുതി പേരും പ്രസൻറ്റിൽ ജീവിക്കാൻ പഠിച്ചു എന്നാണ് തോന്നുന്നത്. അതായത് ലൈവായിട്ടുള്ള എക്സ്പീരിയൻസ്, കഴിഞ്ഞു പോയ കാലമൊക്കെ വിട്ട് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വറീസൊക്കെ ഒഴിവാക്കി ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കാൻ തുടങ്ങുന്ന ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്. മേ ബി പലരും മൈൻഡ്ഫുൾനെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു കർമ്മ ക്ലിയറൻസ് ഇവിടെ നടക്കുന്നത്. പിന്നെ പലരും കർമ്മ ക്ലിയറൻസിൻ്റെ ഹീലിംഗ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. പലരെയും ഇവിടെ സ്പിരിച്വലി അവേക്കണിങ് ആണ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പലർക്കും ഈ ഒരു സബ് കോൺഷ്യസും കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ആ ബാലൻസ് ഇപ്പം നടക്കുന്നുണ്ടെന്നും കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഫിസിക്കൽ റെലോം സ്പിരിച്വൽ റെലോം രണ്ട് ഭാഗത്തും ഒരു കണക്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. രണ്ട് ഭാഗം, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പിരിച്വലി അവേക്കണിങ് ആയി ആ ഒരു സ്പിരിച്വൽ റെലം ടച്ച് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് പലതിനും ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ടെന്നും കാണാൻ പറ്റുന്നുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങൾ ചെറുതായിട്ടാണെങ്കിലും അത് മുൻകൂട്ടി കാണാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ സ്പിരിച്വൽ ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പലർക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ സൂചിപ്പിക്കുന്നത് അതിനെയാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസും ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇത്രയും കാലം നിങ്ങൾക്ക് റൂട്ട് ചക്ര ബാലൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നിങ്ങളുടെ ആ അടിത്തറ, നമ്മുടെ ഭൂമിയിലെ അടിത്തറ എന്ന് പറയുന്നത് റൂട്ട് ചക്രനെ ബേസ് ചെയ്തിട്ടാണ്. ഇത്രയും കാലം നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്ക് ആയിരുന്നു. അവിടെ ഒരു ക്ലൻസിങ് ഇപ്പം നടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം റൂട്ട് ചക്രയാണ് ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ജോലിയിലുള്ള സ്റ്റെബിലിറ്റിയും എന്ത് തന്നെ ആയാലും, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്ത് തന്നെ ആയാലും അതിൻ്റെ അടിത്തറ വരുന്നത് റൂട്ട് ചക്രയിലാണ്. ഈ റൂട്ട് ചക്ര ബാലൻസ് ഇല്ലാത്തതായിരുന്നു നിങ്ങളുടെ പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം റൂട്ട് ചക്ര അവിടെ ബാലൻസ് ആയപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ആ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. പിന്നെ പലർക്കും ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇത്രയും കാലം നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു ടൈം കർമ്മ ക്ലിയറൻസ് നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഫെമിനൈൻ എനർജി ഇൻക്രീസ് ആവുകയും ആ ഒരു എനർജി അവിടെ ബാലൻസിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ആ ഒരു ക്രിയേറ്റീവ് എനർജി പുറത്തോട്ടേക്ക് വന്ന് നിങ്ങൾക്ക് ആ ടാലൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങളിപ്പോൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴല്ല, ഇനി വരാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പലർക്കും ഇപ്പം തന്നെ സ്റ്റെബിലിറ്റി ഏകദേശം വരുന്നു എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ് ഇപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള ബ്ലെസ്സിങ്സ് ആണ് ഞാനിവിടെ റീഡ് ചെയ്യുന്നത്.
പലരും ജീവിതാനുഭവങ്ങൾ കൊണ്ട് തളർന്നു നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ അവരൊക്കെ ഒരു കോൺഫിഡൻസിൽ വരുവാണ് ചെയ്യുന്നത്. അവർക്ക് എല്ലാ കാര്യവും ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പ്രഗ്നൻസി ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, കുട്ടികളില്ലാതെ കുറേ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രഗ്നൻസി എന്ന് പറയുന്നൊരു ബ്ലെസ്സിങ് വരുന്നുണ്ട്. പിന്നെ കൂടുതലും ഇവിടെ കൂടുതലും നിങ്ങളുടെ ഉള്ളിലെ ഫെമിനൈൻ എനർജി ഒരു ഡിവൈൻ ഫെമിനൈനിലേക്ക് മാറുന്നുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇത്രയും കാലം ബ്ലോക്ക് ഉണ്ടായിരുന്നത് ആ ഫെമിനൈൻ എനർജിയിലാണ്. അത് മാറി നിങ്ങൾ ആ ഒരു ഡിവൈൻ ഫെമിനിറ്റിയിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ഡിവൈൻ ഫെമിനിറ്റിയിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഫെമിനൈൻ്റെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പലരുടെയും ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ആവുന്ന ടൈമാണ്. ഇവിടെ 9 ഓഫ് കപ്സും വന്നിട്ടുണ്ട്, മെജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആകാൻ പോകുന്നു എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നവരുണ്ടാവാം. അവർ തൽക്കാലം നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. അതവിടെ സ്റ്റോപ്പാക്കി ലെറ്റ് ഗോ ചെയ്യുക. ലെറ്റ് ഗോ ചെയ്യുന്ന ടൈമാണ് ആ ഒരു കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ കോടതിപരമായ കേസും കാര്യങ്ങളെല്ലാം ഉള്ള ആൾക്കാരാണെങ്കിൽ, അതിലൊരു വിധി കാത്തു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി പറയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കാലം ഹാർട്ട് പെയിൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളത്. നല്ലതാണെന്ന് തോന്നിയാലും പിന്നീട് അത് ഹാർട്ട് പെയിൻ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കായിരിക്കും വരുന്നത്. നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം. ഒരുപാട് സന്തോഷിപ്പിച്ച ആൾക്കാരും ഒരുപാട് സന്തോഷിപ്പിച്ച കാര്യങ്ങളും പിന്നീട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് മാറിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ കാര്യങ്ങളിൽ നിങ്ങളൊരു വിധി കൊടുക്കാൻ, അതായത് അവരെ ഇനി ലൈഫിൽ വേണോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ വിട്ട് ലൈഫിൽ നിന്ന് പോകണോ എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അബ്രോഡൊക്കെ പോകാൻ താല്പര്യമുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു കാര്യം കൂടി മാനിഫെസ്റ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ മേജർ കമ്മിറ്റ്മെൻറ്റിലോട്ടേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു സോൾമേറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുമായിട്ട് നിങ്ങളൊരു മേജർ കമ്മിറ്റ്മെൻറ്റിലോട്ടേക്ക് വരുന്നതും കാണുന്നുണ്ട്. പിന്നെ ആ ഒരു മാരേജ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളൊരു ലവ് റിലേഷനിലേക്ക് വരിക, ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത അത്രയും ബ്യൂട്ടിഫുള്ളായ ഒരു ലവ് റിലേഷനിലോട്ടേക്ക് വരുന്നുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു താന്ത്രിക് വേയിലുള്ള അതായത് സ്പിരിച്വലി, മെൻ്റലി, ഇമോഷണലി എല്ലാ തലത്തിലും ഒരു ബാലൻസിലുള്ള, അതായത് എല്ലാ തരത്തിലും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ആ ഒരു ബന്ധം നിങ്ങൾക്ക് വിവാഹം ആയിരിക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട്. അതിൽ കുഞ്ഞുങ്ങളുണ്ടാവും, അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് നിങ്ങൾക്കിവിടെ മേജറായിട്ട് വന്നിരിക്കുന്ന ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഫെമിനൈൻ എനർജി ഇൻക്രീസ് ആവുന്നത് വഴി നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയും നിങ്ങളുടെ ടാലൻ്റൊക്കെ പുറത്ത് വന്ന് അതിൽ നിങ്ങൾ സക്സസ് ആവുമെന്ന് കാണുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസിലോട്ടേക്ക് വരുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, മെറ്റീരിയലിസ്റ്റിക് ആയ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. പിന്നെ സ്പിരിച്വലി അവേക്കണിങ് ആയവർക്കൊക്കെ ആ ഒരു സ്പിരിച്വൽ റെലവായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകാശിക് റെക്കോർഡ് ടച്ച് ചെയ്ത് അവിടെ നിന്ന് ഇൻഫോർമേഷൻ എടുക്കാൻ പറ്റും. പിന്നെ ഇൻഡ്യൂഷൻ വരും. ആ ഒരു ഇൻഡ്യൂഷൻ തന്നെയാണ് ആകാശിക് റെക്കോർഡ് ടച്ച് ചെയ്ത് അവിടെ നിന്ന് ആ ഒരു ഇൻഫോർമേഷൻ എടുക്കുന്നത്. അതായത് നോളജ് വൈസ് അല്ലാതെ വിസ്ഡമായിട്ട് കണക്റ്റ് ആവും. നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റിൻ്റെ ഒരു വിസ്ഡം ഉണ്ട്, ആ ഒരു വിസ്ഡമായിട്ട് കണക്റ്റ് ആവും. പിന്നെ പലർക്കും കർമ്മ ക്ലിയറൻസ് നടക്കുന്നുണ്ട്. പിന്നെ മേജർ കമ്മിറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അത് ഏത് രീതിയിലായാലും, ജോബിലായാലും റിലേഷൻഷിപ്പിലായാലും ഒരു മേജർ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ടേക്ക് നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് റിലേഷനാണ് നിങ്ങൾക്ക് വരിക. അത് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ, എങ്ങനെയുള്ളൊരു പാർട്ട്ണറെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലൊരു പാർട്ട്ണറാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യും. നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ അബ്രോഡ് പോകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും കാലം ഹാർട്ട് പെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വളരെ നല്ലൊരു കാലമാണ് വരാൻ പോകുന്നത്. സ്പിരിച്വലി ആണെങ്കിലും മെറ്റീരിയലിസ്റ്റിക്കലി ആണെങ്കിലും എല്ലാറ്റിലും ഒരു ബാലൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. ആഗ്രഹിച്ചതുപോലെ ഒരു പാർട്ട്ണർ വരുന്നുണ്ട്. എല്ലാം വളരെ നല്ലൊരു സ്പ്രെഡാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനകം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ മാരേജ് ചെയ്യാൻ വേണ്ടി പ്രപ്പോസ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ കുറേ പേര് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് ഒരു എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ.